അങ്ങനെ രാവിലത്തെ പോലെ സ്നേഹപ്രകടനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1/2 മണിക്കൂറാവും ഗൈസ്. അങ്ങനെല്ലാം കൂടി ഉന്തി പറഞ്ഞാക്കണം രണ്ടിനെയും. സാധാരണ എൻ്റെ വേണ്ടി 9:45 10 മണിക്കൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ റൂട്ട് മാറ്റിയതിനെ കൊണ്ട് 8:30 വരും. പക്ഷെ അപ്പോഴത്തേക്ക് റെഡി ആവില്ല. അതുകൊണ്ട് ഇപ്പോൾ സെലി പോകുമ്പോൾ ഒപ്പരും കൂട്ടിയിട്ട് സ്കൂളിലാക്കിയിട്ടാണ് പണിക്ക് വെക്ക്. നമ്മൾ വണ്ടി വെച്ചത് അപ്പുറത്തെ പുരയിൽ മുറ്റത്താട്ടോ. മഴ പെയ്യുമ്പോൾ ഒന്നായിട്ട് വെള്ളം കുത്തി കളിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ആടെ വെക്കൽ. ഉലനെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അകും കൊല്ലമൊക്കെ അടിച്ചു വരലും പിന്നെ മുട്ടി വിരിക്കൽ അങ്ങനത്തെ ചെറിയ ചെറിയ പണി മാത്രമേ ബാക്കിയുണ്ടാവും. ഒരുവിധ പണിയൊക്കെ രാവിലെ തന്നെ കഴിയും. ചോറും കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി കഴിയും. രാവിലെ ചായക്കട്ടിലുണ്ടാക്കും, അതിൻ്റെ കൂട്ടത്തിൽ അതും കഴിയും. പണിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടുവെക്കാം. അതുകൊണ്ട് അതൊക്കെ രാവിലെ തന്നെ കഴിയും. പിന്നെ ബാക്കി വരുന്ന പണിയാണ് ഇതൊക്കെ. 2 ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കാം. മോമി വരണമെങ്കിൽ 3 മണിയാവും. അതുവരെ ബോറടിച്ച് ഇങ്ങനെ കുത്തിരിക്കും. അങ്ങനെ മുട്ടി വിരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടിച്ചു തരാം. പിന്നെ ഗൈസ്, നമ്മുടെ ചാനൽ കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ തുടങ്ങുമ്പോൾ ഒക്കെ സംശയമാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ. എന്നാൽ ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയില്ലേ. താങ്ക് യു സോ മച്ച്. പിന്നെ ഗൈസ്, ഇത് ചിമ്മിണി വിളക്കാട്ടോ. മാളി മിഠായി തരുവ് പകരം വാങ്ങിയതാണ്. ചിമ്മിണി വിളക്ക് കത്തിക്കാനുള്ള പൂതി കൊണ്ട് വാങ്ങിയതാണ്. പക്ഷേ വിളക്ക് കിട്ടി നോക്കുമ്പോൾ ചിമ്മിണി മണക്കാൻ പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യമൊക്കെ ചന്ദനത്തിരി മണക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെയും മഗ്‌രിബിനൊക്കെ എനിക്ക് കത്തിച്ച് വെക്കണം. പിന്നെ അലമാരിൻ്റെ കണ്ണാടി തുറക്കാത്ത കുറേ ദിവസമായി. അങ്ങനെ അതും ക്ലീനാക്കി വെച്ച്. പിന്നെ എൻ്റെ ഡെയിലി പണിപ്പെട്ട ഒന്നാണ് ഫ്രിഡ്ജ് ക്ലീനാക്കൽ. ഫ്രിഡ്ജ് ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്ലീനാക്കലല്ല കേട്ടോ. രാവിലത്തെ അംഗത്തിൻ്റെ അടുക്ക് കുറേ കച്ചറാവും. കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചറ കൈ കൊണ്ടൊക്കെ അല്ലേ തിരക്ക് പിടിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ കച്ചറാവുന്ന കേട്ടോ. അതൊക്കെ ഡെയിലി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതൊന്ന് തുടച്ചിടും. പണീൻ്റെ ഇടയ്ക്ക് ഓരോ ആവശ്യത്തിന് പോയി ഫ്രിഡ്ജ് തുറക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൈ മേൽ കച്ചറൊക്കെ ആവില്ലേ, അതൊക്കെ കേട്ടോ. ആദ്യം നനഞ്ഞ തുണി ഉണ്ടെന്ന് നല്ല മൊത്തത്തിൽ തുടച്ചിട്ട് എടുക്കും. പിന്നെ ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് ഒരു ടർക്കി വെച്ചിട്ട് അതൊന്നും നേരെ കൈ തുടച്ചിട്ട് തുടയ്ക്കാൻ വെച്ചതാണ്. പക്ഷേങ്കിൽ അത് തിരക്കിൻ്റെ ഇടയ്ക്ക് അതങ്ങ് മറന്നു. പിന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ടർക്കി എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൊത്തത്തിലൊന്ന് തുടയ്ക്കും. പിന്നെ തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞിക്ക് പൊളിച്ചെണീച്ചപാട് കഴിഞ്ഞിക്ക്. പക്ഷെ തിരുമ്പിയിട്ട് മുറ്റത്തല്ലട്ടോ ഞാൻ അറിയിട്ട വയ്യപ്പോൾ റൈലി കെട്ടി ഞാൻ തന്നെ അറിയിട്ടതാ. മഴ കാരണം പുറത്തിട്ടിട്ട് എന്തായാലും കാര്യമില്ല. പിന്നെ മഴ തുടങ്ങിയ ശേഷം നമ്മളെ കിണറ്റിൽ നല്ലോണം വെള്ളം കയറി കിട്ടാ. അങ്ങനെ പണിയൊക്കെ അവിടെ കഴിഞ്ഞു. അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് ഇരുണ്ട് മുടിക്ക് വലിയ മയക്കുള്ള കോലുണ്ട് ഗൈസ്. ഒരു ഭാഗത്ത് മയക്കാർ വന്ന് കൂടുന്നുണ്ട്, മറ്റേ ഭാഗത്ത് നിന്ന് കാറ്റ് വന്നിട്ട് അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇന്നലെ കുറച്ച് പുഡിങ് ഉണ്ടാക്കി വെച്ചു. എനിക്കിത് ഇഷ്ടമല്ലാത്ത സാധനം, പക്ഷെ ഇവിടെ വാപ്പാക്ക് മുന്നേ ഇത് ജീവന, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ സമയം പോണ്ടിട്ട് ഞാൻ ലേശം എടുത്ത് തിന്ന് നോക്കി. 1-2 കഷ്ണമൊക്കെ എടുത്ത് തിന്ന് നോക്കി. പിന്നെ നടക്കാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നേരെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച്. മോമി ഇത് മനസ്സിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് പോയി. പോകുമ്പോൾ കുറച്ചെല്ലാം കൂടി തിന്നിക്കിട്ടാ, ബാക്കി വൈകുന്നേരം വന്നിട്ട് തിന്നാൻ പറഞ്ഞ് വെച്ചതാണ്. ഇനി എനിക്ക് ഫുൾ വിശ്രമം ഗൈസ്. അപ്പോൾ നമ്മൾ ചാനൽ കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.